Hello, dear students. Welcome to question paper discussion on CMA Final Strategic Financial Management. അപ്പോൾ നമ്മൾ ഒരു സീരീസ് ആയിട്ട് നമ്മുടെ CMAയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിനെ പറ്റിയൊരു പ്ലാൻ ഇടുകയാണ്. എനിക്ക് സ്റ്റുഡൻസിൻ്റെ ഇന്ന് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്ന ഒരു ഏരിയ ആണ് SFMന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നല്ല കോണ്ടന്റ് അവൈലബിൾ അല്ല എന്നുള്ളൊരു സംഗതി മലയാളത്തിൽ അധികം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റ് വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഗതി ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ 2024 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇമ്മീഡിയറ്റ് പാസ്റ്റ് എക്സാമിൻ്റെ. അപ്പോൾ നമുക്ക് പരമാവധി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയേണ്ട, നേരെ സ്ട്രേറ്റ് ടു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ ആദ്യം MCQ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a project of ZOBM Limited requires an initial investment of 100 lakh and generates annual cash inflow of 29.85 lakh for 5 years. If risk-free rate of discount is 10% and the premium for normal risk of the company is 3%, what is the maximum premium for abnormal risk that can be earned on this project using IRR method? അപ്പോൾ ബേസിക്കലി ഇതൊരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അവിടെ എന്താണ് നോർമൽ റിസ്ക് പ്രീമിയം, അബ്നോർമൽ റിസ്ക് പ്രീമിയം എന്നൊക്കെ ഉള്ളത് കുട്ടികൾക്ക് ഒരു സംശയം വരാം. ബട്ട് ഇത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ബേസ്ഡ് ആണ്. IRR യൂസ് ചെയ്യാനായിട്ട് അവർ ഹിന്റ് തന്നിട്ടുമുണ്ട്. അത് കൺഫ്യൂസിംഗ് ആയതുകൊണ്ടാണ് അവർ ആ ഹിന്റ് തന്നേക്കുന്നത് യൂസിങ് IRR മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കുക, ഒരു പ്രോജക്റ്റിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 100 lakh, അപ്പോൾ ഔട്ട്ഫ്ലോ 100 lakh, ആനുവൽ ഇൻഫ്ലോ 29.85 lakh ഫോർ 5 years. അപ്പോൾ എല്ലാ വർഷവും 29.85 lakh വീതം ഇൻഫ്ലോ കിട്ടുകയും ചെയ്യും. അപ്പോൾ നോക്കുക, നമ്മുടെ പ്രോജക്റ്റിന്റെ ഔട്ട്ഫ്ലോ 100 lakh, ഇൻഫ്ലോ എന്ന് പറയുന്നത് 29.85 lakh ഫോർ 5 years. ചോദിച്ചേക്കുന്ന റിസ്ക് ഫ്രീ റേറ്റ് 10% ആണ്. റിസ്ക് പ്രീമിയം ഫോർ ദ നോർമൽ റിസ്ക് 3% ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മാക്സിമം പ്രീമിയം ഫോർ അബ്നോർമൽ റിസ്ക് ദാറ്റ് കൻ ബി ഏൺഡ് ഓൺ ദിസ് പ്രോജക്റ്റ്? അപ്പോൾ ഈ പ്രോജക്റ്റിൽ അബ്നോർമൽ റിസ്കിന് മാക്സിമം എത്ര പ്രീമിയം കിട്ടും എന്നാണ് ചോദ്യം. അതായത് നമ്മുടെ റിസ്ക് ഫ്രീ റേറ്റ് 10% ആണ്, പ്രീമിയം ഫോർ റിസ്ക് 3% ആണ്. എന്ന് വെച്ചാൽ നമുക്ക് മിനിമം 13% റിട്ടേൺ കിട്ടണം. കാരണം 10% റിസ്ക് ഉണ്ട്, 3% റിസ്ക് പ്രീമിയം ഉണ്ട്. റിസ്ക് ഫ്രീ റേറ്റ് 10 ഉണ്ട്, റിസ്ക് പ്രീമിയം 3% ഉണ്ട്. അപ്പോൾ 13% റിട്ടേൺ ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ പ്രോജക്റ്റിൽ നിന്ന് മാക്സിമം അബ്നോർമൽ റിസ്ക് എത്ര കിട്ടും എന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റിന്റെ ആക്ച്വൽ റിട്ടേൺ 20% ആണെന്ന് വിചാരിക്കാം. ആണെങ്കിൽ നമുക്ക് റിസ്ക് ഫ്രീ റേറ്റ് 10, പിന്നെ നോർമൽ റിസ്കിന്റെ പ്രീമിയം 3, അപ്പോൾ 13 ആണ് നമുക്ക് നോർമൽ കോഴ്സിൽ കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 20 കിട്ടുന്നുണ്ട്. ഇമാജിൻ. അങ്ങനെയാണെങ്കിൽ ആ എക്സ്ട്രാ കിട്ടിയ 7% നമുക്ക് അബ്നോർമൽ റിസ്കിന്റെ പ്രീമിയം എന്ന് പറയുന്നത്. മനസ്സിലാവൂ? അപ്പോൾ ഒരു പ്രോജക്റ്റിൽ നിന്ന് നമ്മുടെ റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് റിസ്ക് പ്രീമിയം ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 10 + 3 13 ആണ് കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് 20 കിട്ടുന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ കിട്ടിയ 7 എന്ന് പറയുന്നത് എന്തായിരിക്കും? അതാണ് അവിടുത്തെ അബ്നോർമൽ റിസ്കിന്റെ പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയാണ്? ഈ ആക്ച്വൽ റിട്ടേൺ എത്രയാണ്? അതാണ് അറിയേണ്ടത്. ആക്ച്വൽ റിട്ടേൺ എത്രയാണെന്ന് ചോദിച്ചാൽ അത് ആ പ്രോജക്റ്റിന്റെ IRR ആണ്. നമ്മുടെ ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് സെനാരിയോ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ്. IRR എന്ന് പറഞ്ഞാൽ എന്താണ്? IRR ഒരു പ്രോജക്റ്റിന്റെ ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രോജക്റ്റിന്റെ IRR കമ്പ്യൂട്ട് ചെയ്താൽ നമുക്ക് ആക്ച്വൽ റിട്ടേൺ കിട്ടും. ആക്ച്വൽ റിട്ടേണിൽ നിന്ന് ഈ റിസ്ക് ഫ്രീ റേറ്റും നോർമൽ റിസ്ക്കും മൈനസ് ചെയ്താൽ ബാക്കി എത്ര കിട്ടുമോ അതായിരിക്കും അബ്നോർമൽ റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ IRR എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? ഇൻഫ്ലോ 100 lakh, ഔട്ട്ഫ്ലോ 100 lakh, ഇൻഫ്ലോ 29.85 lakh. അപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ട്രയൽ റേറ്റ് നോക്കണം അല്ലേ? ഇൻഫ്ലോ 29.85 lakh 5 വർഷത്തേക്ക് ഏത് റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്താലാണ് ഔട്ട്ഫ്ലോ ആയ 100 lakh എത്തുന്നതെന്ന് അറിയണം. അതാണ് നമ്മുടെ IRR. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ക്വസ്റ്റിന്റെ കൂട്ടത്തിൽ ഒരു PVIFA തന്നിട്ടുണ്ട്. എന്താ? പ്രസന്റ് വാല്യൂ ഇൻഫ്ലോ ഫ്യൂച്ചർ ആനുവിറ്റി ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോയുടെ ആനുവിറ്റി, PVIFA എന്ന് വെച്ചാൽ ഫ്യൂച്ചർ അല്ല, പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ആനുവിറ്റി ആണ് തന്നേക്കുന്നത്. അത് 13%-ന്റെ 3.52 ആണ്, 14%-ന്റെ 3.43 ആണ്, 15%-ന്റെ 3.35 ആണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ PV ഓഫ് ഇൻഫ്ലോ എങ്ങനെ എടുക്കാം? 29.85 lakh ഇൻറ്റു ആനുവിറ്റി ഫാക്ടർ ഫോർ 5 years. ഏത് റേറ്റിൽ? അതാണ് നമുക്ക് അറിയാത്തത്. ദിസ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടണം? ഔട്ട്ഫ്ലോ ആയ 100 lakh കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആനുവിറ്റി ഫാക്ടർ നമുക്ക് കണ്ടുപിടിച്ചൂടെ? എത്ര ആനുവിറ്റി ഫാക്ടർ? 100 ഡിവൈഡഡ് ബൈ 29.85 ആണ് നമ്മുടെ ആനുവിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. എത്രയാണ്? 3.350 ആണ്.
ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ 3.35 എന്ന് പറഞ്ഞൊരു ആനുറ്റി ഫാക്ടർ ഉണ്ട്, അത് 15%. അങ്ങനെയാണെങ്കിൽ നമ്മുടെ IRR എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 15% ആയിരിക്കും. കാരണം എന്താ? കാരണം 15% ആനുറ്റി ഫാക്ടർ ആണ് 3.35. അപ്പോൾ 29.85നെ 3.35 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഔട്ട്ഫ്ലോ ആയ 100 ലാക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആനുറ്റി ഫാക്ടർ IRR എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 15% ആയിരിക്കും. ഇനി അവിടെ റിസ്ക് ഫ്രീ റേറ്റ് 10 ആണ്. റിസ്ക് പ്രീമിയം ഫോർ നോർമൽ റിസ്ക് 3%ആണ്. അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോൾ 13% കിട്ടും. എന്നാൽ നമുക്ക് ആക്ച്വൽ റിട്ടേൺ 15% ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ റിട്ടേൺ എന്ന് പറഞ്ഞ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 2% ആണ് എക്സ്ട്രാ റിട്ടേൺ കിട്ടിയത്. ഇതാണ് അബ്നോർമൽ റിസ്കിന്റെ പ്രീമിയം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഉണ്ട്, ഓപ്ഷൻ ബി 2% ഉണ്ട്. അപ്പോൾ അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ്, 2% ആണ് പ്രീമിയം ഫോർ അബ്നോർമൽ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ IRR എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റിന്റെ ആക്ച്വൽ റിട്ടേൺ ആണ്. ഇനി അതിൽ നിന്ന് നമുക്ക് റിസ്ക് ഫ്രീ റേറ്റും നമ്മുടെ നോർമൽ റിസ്കിന്റെ പ്രീമിയം മൈനസ് ചെയ്താൽ ബാക്കിയുള്ള എക്സ്ട്രാ റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? ആ എക്സ്ട്രാ റിസ്കിനുള്ള പ്രീമിയം ആണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേ? വാട്ട് ഈസ് എ മാക്സിമം പ്രീമിയം ഫോർ അബ്നോർമൽ റിസ്ക് ദാറ്റ് ക്യാൻ ബി ഏൺഡ് ഓൺ ദിസ് പ്രോജക്ട്? ഈ പ്രോജക്റ്റിൽ നിന്ന് മാക്സിമം നിങ്ങൾക്ക് എത്ര റിട്ടേൺ കിട്ടും? അബ്നോർമൽ റിസ്കിനായിട്ട് എത്ര റിട്ടേൺ കിട്ടും? മാക്സിമം നമുക്ക് ഇവിടെ 2% റിട്ടേൺ കിട്ടും. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ കുറച്ചൊരു സ്പീഡ് എടുക്കുന്നുണ്ട്, ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇസാൻ ലിമിറ്റഡ് has an ROE, return on equity, of 18% and plowback ratio of 50%. എന്താ ഈ plowback ratio? അത് റിട്ടൻഷൻ റേഷ്യോ ആണ്. റിട്ടൻഷൻ റേഷ്യോയുടെ മറ്റൊരു പേരാണ് പ്ലോബാക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ഇന്റൻഷനലി കൺഫ്യൂസ് ചെയ്യിക്കാൻ തന്നേക്കുന്നതാണ്. ക്വസ്റ്റ്യനകത്ത് പ്ലോബാക്ക് റേഷ്യോ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. പ്ലോബാക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, റിട്ടൻഷൻ റേഷ്യോ ആണ്. ഇനി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് അഥവാ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് തന്നിട്ടുണ്ട് 13%, KE തന്നിട്ടുണ്ട് 13. ഇഫ് ദ കമ്മിങ് ഇയേഴ്സ് ഏർണിംഗ്സ് ആർ എക്സ്പെക്ടഡ് ടു ബി 4 per share, ₹4 per share. അപ്പൊ ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന റിട്ടേൺ EPS എന്ന് പറയുന്നത് 4 per share ആണ്. അങ്ങനെയാണെങ്കിൽ അറ്റ് വോട്ട് പ്രൈസ് ഇസാൻ ഷെയർ ഷുഡ് സെൽ ഇൻ 3 years ടൈം? അപ്പൊ ഇപ്പോഴത്തെ EPS ആണ് 4 per share തന്നേക്കുന്നത് എങ്കിൽ 3 വർഷം കഴിഞ്ഞുള്ള പ്രൈസ് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് ഏത് കോൺസെപ്റ്റാ? നമ്മുടെ ഡിവിഡൻഡ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഷെയറിന്റെ വാല്യൂവേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത് നമ്മൾ ഇന്റർമീഡിയറ്റിൽ പഠിക്കുന്നതാണ്. അവിടെ നമ്മൾ ഇതേ കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്, ഗോൾഡൻ ഫോർമുല പഠിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ വാല്യൂവേഷനകത്ത് ഇതേ കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ വാല്യൂവേഷനകത്ത് നമ്മൾ ഇക്വിറ്റിയുടെ ഷെയർ കാണാൻ, പ്രൈസ് കാണാനായിട്ട് പഠിക്കുന്നുണ്ട്. അവിടെ ഗോൾഡൻ മോഡൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താ ഗോൾഡൻ മോഡൽ? നമ്മുടെ P0 = D1 / KE - C. നമ്മുടെ ബേസിക് ഫോർമുല എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റിന്റെ കേസിൽ ബേസിക് ഫോർമുല എന്ന് പറയുന്നത് P0 = D1 / KE - C ആണ്. അപ്പൊ നമുക്ക് D1 വേണം, KE വേണം, G വേണം. അപ്പൊ എന്താ D1? D1 EPS ഇൻറ്റു റിട്ടേൺ പേ ഔട്ട് ആണ്. EPS ഇൻറ്റു പേ ഔട്ട് ആണ് നമ്മളുടെ D1 എന്ന് പറയുന്നത്. അപ്പൊ EPS എത്ര? EPS ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന EPS എന്ന് പറയുന്നത് 4 per share ആണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ 3 വർഷം കഴിഞ്ഞുള്ള ഷെയർ പ്രൈസ് അല്ലേ അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3 വർഷത്തെ EPS കാണണ്ടേ? ആ EPS വേണമെങ്കിൽ ഗ്രോത്ത് വേണം. കാരണം ഇപ്പോഴത്തെ EPSനകത്ത് ഗ്രോത്ത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭാവിയിലേക്കുള്ള EPS കണ്ടുപിടിക്കാൻ പറ്റുക. പക്ഷേ ഗ്രോത്ത് വേണമെങ്കിൽ ഗ്രോത്ത് കാണാനുള്ള ഫോർമുല നോക്കുക. എന്താ ഗ്രോത്ത് കാണാനുള്ള ഫോർമുല? G = റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു റിട്ടൻഷൻ റേഷ്യോ. ഓർക്കുന്നുണ്ടോ? അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു റിട്ടൻഷൻ റേഷ്യോ ആണ് ഗ്രോത്ത് കാണാനുള്ള ഫോർമുല. അവിടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് 18% ആണ്, റിട്ടൻഷൻ റേഷ്യോ 50% ആണ്, പ്ലോബാക്ക് റേഷ്യോ തന്നിട്ടുണ്ട് 50% ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് 9% ആയിരിക്കും. അപ്പൊ നമ്മളുടെ EPS ആയ 4 രൂപയ്ക്ക് അടുത്ത 3 വർഷത്തേക്ക് 9% വെച്ച് ഗ്രോത്ത് കൊടുക്കുക. 4ന് 9% ഗ്രോത്ത്. അപ്പോൾ അത് 4.36 വരും. 4.36ന് 9% ഗ്രോത്ത്. അപ്പോൾ നമുക്ക് 4.75 വരും. അതിന് 9% ഗ്രോത്ത്. അപ്പോൾ നമുക്ക് 5.18 എന്ന് എക്സ്പെക്റ്റഡ് EPS കിട്ടും. തേർഡ് ഇയറിലെ എക്സ്പെക്റ്റഡ് EPS കിട്ടും. അങ്ങനെയാണെങ്കിൽ D1 ഇൻ ഇയർ 3 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഈ 5.18ന്റെ 50% ആയിരിക്കും. കാരണം റിട്ടൻഷൻ 50 ആണെങ്കിൽ ബാക്കി 50% അല്ലേ പേ ഔട്ട് എന്ന് പറയാം. അപ്പൊ EPS ഇൻറ്റു പേ ഔട്ട് അല്ലേ ഡിവിഡൻഡ്. അപ്പൊ മൂന്നാമത്തെ വർഷത്തെ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് EPS 5.18 ആണെങ്കിൽ അതിന്റെ 50% ആയിരിക്കും നമ്മുടെ പേ ഔട്ട്. 2.59 ആയിരിക്കും നമ്മുടെ പേ ഔട്ട്. ഡിവൈഡഡ് ബൈ KE - C. KE ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റലൈസേഷൻ റേറ്റ് 13% ആണ്. ഗ്രോത്ത് റേറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 9% ആണ്. അങ്ങനെയാണെങ്കിൽ 2.59 ഡിവൈഡഡ് ബൈ 4% എന്ന് വരും. നമുക്ക് ആൻസർ 64.75 എന്ന് കിട്ടും.
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബി കൊടുത്തിട്ടുണ്ട്. 64.75 റുപ്പീസ് ആണ് നമ്മളുടെ ആൻസർ കൊടുത്തേക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 64.75 റുപ്പീസ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ the expected return of a portfolio zone is 15% and the variance of return is 280%. If the investor's tolerance is 70, what will be the investor's utility? I would say it's a very difficult question. Difficult in the sense concept കൊണ്ടല്ല, നിങ്ങളുടെ മെറ്റീരിയലിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത രീതിയിൽ പാസീവായിട്ട് പറഞ്ഞു പോയിരിക്കുന്ന ഒരു ഏരിയ എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഈവൻ മെറ്റീരിയലിനകത്ത് അങ്ങനെ ഒരു എക്സാമ്പിൾ പോലും കൊടുത്തിട്ടുണ്ട്. ഇതേ എക്സാമ്പിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. സെയിം അല്ല, ജസ്റ്റ് ഫിഗേഴ്സ് മാത്രം മാറ്റി ഒരു എക്സാമ്പിൾ പോലും കൊടുത്തിട്ടുണ്ട്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഇൻവെസ്റ്റേഴ്സ് യൂട്ടിലിറ്റി കാണാനായിട്ട് അവിടെ ഒരു പാസീവായിട്ട് ഒരു ഏരിയ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിക്ക് ചെയ്ത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഏരിയ എന്നൊക്കെ MCQ ചോദിക്കുന്നത് കുറച്ച് കഷ്ടമാണ്. കാരണം നല്ല ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഇത്രയും വോളിയം എസ്പെഷ്യലി ഉണ്ടായതുകൊണ്ട് തന്നെ, SFMനകത്ത് ഇത്രയും വലിയ വോളിയം ഉണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെ മൈന്യൂട്ട് ഏരിയ നമുക്ക് മിസ്സായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മെറ്റീരിയലിനകത്ത് ആ റെലവൻറ്റ് ഏരിയ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മെറ്റീരിയലിനകത്ത് പേജ് 388 ആണ്, പുതിയ മെറ്റീരിയലാണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിൽ 388 അതിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിനകത്ത് നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പറയുന്നുണ്ട്. യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പറയുന്നുണ്ട്. തിയറി ഏരിയ ആണ്. അതിനകത്ത് നമ്മൾക്ക് ഇൻവെസ്റ്റേഴ്സ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ എക്സാമ്പിളും ഇതും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ റിസ്ക് പെനാൽറ്റി പറയുന്നുണ്ട്. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് റിട്ടേൺ ഓഫ് എ പോർട്ട്ഫോളിയോ മൈനസ് റിസ്ക് പെനാൽറ്റിയാണ്. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റേഴ്സ് യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇൻവെസ്റ്റേഴ്സ് യൂട്ടിലിറ്റി. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ പോർട്ട്ഫോളിയോ, എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ പോർട്ട്ഫോളിയോ മൈനസ് റിസ്ക് പെനാൽറ്റി. അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ പോർട്ട്ഫോളിയോ മൈനസ് റിസ്ക് പെനാൽറ്റി ആണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യനകത്ത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ പോർട്ട്ഫോളിയോ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 15% ആണ്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? റിസ്ക് പെനാൽറ്റി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റിസ്ക് പെനാൽറ്റി എന്ന് പറയുന്നത് എന്താണ്? റിസ്ക് പെനാൽറ്റി നമ്മുടെ മെറ്റീരിയലിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പെനാൽറ്റി എന്ന് പറയുന്നത് വേരിയൻസ് ഡിവൈഡഡ് ബൈ റിസ്ക് ടോളറൻസ് ആണ്. അപ്പോൾ വേരിയൻസ് ഡിവൈഡഡ് ബൈ റിസ്ക് ടോളറൻസ് ആണ് നമ്മളുടെ പെനാൽറ്റി എന്ന് പറയും. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് വേരിയൻസ് തന്നിട്ടുണ്ട്. നമ്മുടെ വേരിയൻസ് ഓഫ് റിട്ടേൺ ഈസ് 280%. അപ്പോൾ 280 ഡിവൈഡഡ് ബൈ റിസ്ക് ടോളറൻസ്. ഇൻവെസ്റ്റേഴ്സിന്റെ റിസ്ക് ടോളറൻസ് തന്നിട്ടുണ്ട് 70 ആണ്. അപ്പോൾ 280/70 നമുക്ക് റിസ്ക് പെനാൽറ്റി എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ പോർട്ട്ഫോളിയോ 15% മൈനസ് റിസ്ക് പെനാൽറ്റി 4%. അപ്പോൾ 11% ആണ് നമ്മളുടെ ഇൻവെസ്റ്റേഴ്സ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അത് ഇവിടെ ഓപ്ഷൻ ബി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുക. എത്രയാണ്? 11% ആണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് യൂട്ടിലിറ്റി. ഓക്കെ ആണോ? അപ്പോൾ ഇത് ഈസിയാണോ? അല്ല, ഈസിയാണ്. കാൽക്കുലേഷൻ പാർട്ട് വളരെ ഈസിയാണ്. പക്ഷെ ഇങ്ങനൊരു ഏരിയ നമ്മുടെ കണ്ണിൽ പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മൾ നോക്കിയാൽ അറിയാം, ആ സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇതേ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സെയിം ഫിഗർ അല്ല, ചെറിയൊരു മാറ്റം. 289% ആണ്. ടോളറൻസ് 70ക്ക് വരെ 60 ആണ്. അതിനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ പോലും നമ്മുടെ മെറ്റീരിയലിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, സ്റ്റഡി മെറ്റീരിയൽ വായിച്ചു പോകുന്ന സമയത്ത് ഇതുപോലത്തെ ചെറിയ എക്സാമ്പിൾ കാണുകയാണെങ്കിൽ അത് വിട്ട് കളയരുത്. അത് നോക്കുക. നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ MCQ ക്വസ്റ്റ്യൻ 2 മാർക്കാണ്. ആലോചിച്ച് നോക്കുക. ജസ്റ്റ് ഇത്ര എഴുതി വെക്കുന്നതിന് 2 മാർക്സ് ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. സാന്തിക പ്രോജക്റ്റ് ഹാസ് എ മീൻ വാല്യൂ ഓഫ് ₹11,700. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റിന്റെ മീൻ വാല്യൂ, ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 11,700 ആണ്. The management wants to determine the probability of NPV of the project under different ranges. If the standard deviation of project is 6,000, what will be the probability of NPV between 7,200 and 13,200? Given area under normal curve, standard normal curve തന്നിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ചാൽ ഇത് എന്ത് ടോപ്പിക് ബേസ്ഡ് ആണ്? ഇത് നമ്മുടെ ബെൽ ഷേപ്ഡ് കർവ് ആയ സ്റ്റാൻഡേർഡ് നോർമൽ കർവ്, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ അവർ പറയുന്നു നമ്മുടെ പ്രോജക്റ്റിന്റെ പ്രോജക്റ്റിന്റെ മീൻ എന്ന് പറയുന്നത് 11,700 rupees ആണ്. നമുക്കറിയേണ്ടത് ഡിറ്റർമിൻ ദ പ്രോബബിലിറ്റി ഓഫ് NPV ഓഫ് ദ പ്രോജക്റ്റ് അണ്ടർ ഡിഫറെന്റ് റേഞ്ചസ്. പല റേഞ്ചിനകത്ത് നമ്മുടെ പ്രോബബിലിറ്റി എത്ര ആണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ പ്രോജക്റ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 6,000 ആണ്.
അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ പ്രോബബിലിറ്റി ഓഫ് NBV ബിറ്റ്വീൻ 7,200 ആൻഡ് 13,200? അപ്പോൾ നമ്മുടെ പ്രോജക്റ്റിന്റെ NBV 7,200-ഉം 13,200-ഉം ഇടയിലാകാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് ചോദ്യം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിന്റെ റൂൾ ആലോചിക്കുക. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിന്റെ റൂള് എന്ന് പറയുന്നത്, നിങ്ങളത് പലയിടത്തായിട്ട് പഠിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്ന സംഗതി ഇവിടെ CMA ഫൈനലിനകത്താണെങ്കിൽ നമ്മളുടെ ഡെറിവേറ്റീവ്സിനകത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിന്റെ ആപ്ലിക്കേഷൻ പഠിക്കുന്നുണ്ട്. പ്ലസ് ഇതല്ലാതെ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ലെവലിലൊക്കെ ഓപ്പറേഷൻ മാനേജ്മെന്റിലൊക്കെ ഇസഡ് വാല്യൂ ടേബിളും ആ കർവിന്റെ കേസും ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മുടെ റൂൾ ഇത്രയേ ഉള്ളൂ. എക്സ് മൈനസ് മീൻ വാല്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഫോളോസ് സ്റ്റാൻഡേർഡ് നോർമൽ കർവ്. അപ്പോൾ ഇതാണ് നമ്മളുടെ തമ്പ് റൂൾ എന്ന് പറയുന്നത്. എക്സ് മൈനസ് മീൻ വാല്യൂ അല്ലെങ്കിൽ എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഫോളോസ് സ്റ്റാൻഡേർഡ് നോർമൽ കർവ്. ഓക്കെ, അതായത് നമ്മളുടെ ബെൽ ഷേപ്ഡ് കർവ് ഉണ്ടല്ലോ, ഇതാണ് നമ്മളുടെ ഇസഡ് വാല്യൂ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 0 ആണ്, ഇത് ഇൻഫിനിറ്റി ആണ്, ഇത് നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമ്മളുടെ എക്സ് മൈനസ് മ്യൂ വാല്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് കിട്ടുന്ന ആൻസർ ഈ കർവ് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. എന്ന് വെച്ചാൽ അത് ഈ കർവിനകത്തുള്ള ഒരു വാല്യൂ ആയിരിക്കും എന്നതാണ് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പൊ എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ആവശ്യമുള്ള റേഞ്ച് ആണ് എക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 7,200-നും 13,200-നും ഇടയിൽ വരാനുള്ള ചാൻസ് എത്രയാണെന്നാണ്. അപ്പൊ ഈ 7,200-ഉം 13,200-ഉം ആണ് നമ്മുടെ എക്സ്. മ്യൂ എന്ന് പറയുന്നത് നമ്മുടെ മീൻ വാല്യൂ ആണ്. നമ്മുടെ മീൻ വാല്യൂ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 11,700 ആണ്. ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അവർ തന്നിട്ടുണ്ട് 6,000 ആണ്. അപ്പൊ നോക്കുക, ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത്, ആദ്യത്തെ റേഞ്ച് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് എത്ര 7,200 മൈനസ് മ്യൂ ആവറേജ് വാല്യൂ 11,700 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറയുന്നത് 6,000 ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 6,000. സോ 7,200 മൈനസ് 11,700 ഡിവൈഡഡ് ബൈ 6,000 എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും? -0.75 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 0-ന്ന് മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെയാണെന്ന് വിചാരിക്കുക, -0.75. അപ്പൊ ഞാൻ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഏരിയ ഇത് 0 മുതൽ -0.75 വരെയുള്ള ഏരിയ ആണ്. ഈ ഒരു ഏരിയ പ്ലസ് അടുത്ത റേഞ്ച് ചോദിച്ചേക്കുന്നത് 13,200 ആണ്. അപ്പൊ 13,200 ബൈ 11,700 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 6,000. അപ്പോൾ ഇവിടെ 13,200 മൈനസ് 11,700 ഡിവൈഡഡ് ബൈ 6,000 എന്ന് പറയുന്നത് ഇവിടെ എത്ര വരും? 0.25 എന്ന് വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് പ്ലസ് 0.25 ആണ്. അപ്പൊ പ്ലസ് 0.25 എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 0.25 ആണ് നമ്മളുടെ വാല്യൂ. അപ്പൊ 0 മുതൽ +25 വരെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടെ വരെയുള്ള ഏരിയ? ഈ പറയുന്ന 0 മുതൽ 1125 വരെയുള്ള ഏരിയ എന്ന് പറയുന്നത്, സോറി +25 വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ ആണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? 7,200-നും 13,200-നും ഇടയിൽ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അത് -0.75 മുതൽ +0.25 വരെയുള്ള ഏരിയ ആണ്. അപ്പൊ നമ്മളുടെ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് വരയ്ക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ബെൽ ഷേപ്ഡ് കർവ് വരയ്ക്കുകയാണെങ്കിൽ ഇത് 0 ആണ്. ഇതിൽ +0.25 എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഏരിയ ആണ് 0.25. ഇനി -0.75 എന്ന് പറയുന്നത് 0 മുതൽ ഇവിടം വരെയുള്ള ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെ, അതായത് -0.75 മുതൽ +0.25 വരെയുള്ള ഏരിയ എത്രയാണോ ഇതായിരിക്കും നമ്മളുടെ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഈ 0 മുതൽ 0.75 വരെയുള്ള ഏരിയ എടുക്കുക, 0 മുതൽ 0.25 വരെയുള്ള ഏരിയ എടുക്കുക, രണ്ടും കൂടെ ആഡപ്പ് ചെയ്തെടുക്കുക. അപ്പൊ ക്വസ്റ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇസഡ് വാല്യൂ തന്നിട്ടുണ്ട്. ഇസഡ് വാല്യൂ തന്നിരിക്കുന്നത് 0 to Z ആണ്. അപ്പൊ ഇവിടെ 0 മുതൽ 0.25 വരെയുള്ള ഏരിയ എത്ര ഉണ്ടെന്ന് നോക്കുക. അത് 0.0987 ആണ്. അപ്പൊ 0.0987
പ്ലസ് ഇത് 0.25 0 മുതൽ 0.25 വരെയുള്ള ഏരിയ ആണ്. ഇനി അതുപോലെ 0 മുതൽ -0.75 ഉണ്ട്. പക്ഷേ ഇസഡ് വാല്യൂവിന്റെ പ്രത്യേകത എന്താ? മൈനസിലോട്ട് പോയാലും പ്ലസിലോട്ട് പോയാലും ഒരേ വാല്യൂ ആണ്. അപ്പോ 0 മുതൽ +0.75 വരെയുള്ള ഏരിയ നോക്കുക. അത് 0.2734 ആണ്. ഇവിടെ തന്നിട്ടുണ്ട് 0.75ന് കറസ്പോണ്ടിങ് ആയിട്ട് 0.2734 തന്നിട്ടുണ്ട്. അപ്പൊ +0.2734 രണ്ടും കൂടെ ആഡ് ചെയ്താൽ 0.0987 +0.2734 രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര കിട്ടും? 0.3721 എന്ന് കിട്ടും. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ്. അപ്പൊ 0.37 എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 37.21% എന്നാണ് അർത്ഥം. അതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ്. ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ നമ്പർ സി എവിടെ കിടപ്പുണ്ട്? 37.21%. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ 7,200നും 13,200നും ഇടയിൽ NBV വരാനുള്ള പ്രോബബിലിറ്റി 37.21%. നിങ്ങൾ എന്ത് ചെയ്യുക? ഡീറ്റെയിൽ ആയിട്ട് ഇസഡ് വാല്യൂ കർവും അതിന്റെ ആപ്ലിക്കേഷനും നോക്കുക. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നല്ല ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. Mr. Rudra, on 1st August 23, during the initial offer of AB Mutual Fund, invested rupees 10,000 units having face value of 10 each for each unit. On 31st March 2024, dividend declared and given by AB Mutual Fund was 10%. And Miss Rudra found that her annualized yield was 150%. Then what is NAV as on 31st March 2024? ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിന്റെ സ്റ്റഡി മെറ്റീരിയൽ ഇതേ സിമിലർ പാറ്റേണിലുള്ള ക്വസ്റ്റൻ ചെയ്തതാണ്. അവിടെ ഒരു വലിയ ക്വസ്റ്റൻ ആയിരുന്നു. അതിനകത്ത് ഈ ക്വസ്റ്റൻ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഡയറക്റ്റ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടുള്ള ഇലസ്ട്രേഷൻ, സ്റ്റഡി മെറ്റീരിയൽ തന്നേക്കുന്ന ഇലസ്ട്രേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? 1st August 2023 ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് 1st August 2023 എത്ര ഇൻവെസ്റ്റ് ചെയ്തു? 10,000 യൂണിറ്റ്സ് ഹാവിംഗ് ഫേസ് വാല്യൂ 10. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഇനി ഓൺ 31st March 24 എന്ന് പറഞ്ഞാൽ എത്ര മാസം കഴിഞ്ഞു? 31st March 24 എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെയുള്ള പീരീഡ് എത്ര മാസമാണ്? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ പോയി 4 മാസം പോയിട്ട് 8 മാസം അല്ലെ? അപ്പൊ 8 മാസത്തിന് ശേഷം ഡിവിഡൻഡ് കൊടുത്തു 10%. അപ്പൊ 1 lakhന് 10% ആണ് ഡിവിഡൻഡ് കൊടുത്തത്. ആഫ്റ്റർ 8 months ആണ്. ഇനി അന്നത്തെ ദിവസം മിസ് രുദ്ര ഫൗണ്ട് ദാറ്റ് ഹെർ ആനുവലൈസ്ഡ് yield was 150%. എങ്ങനെ മ്യൂച്വൽ ഫണ്ടിന്റെ yield കാൽക്കുലേറ്റ് ചെയ്യാം? മ്യൂച്വൽ ഫണ്ടിന്റെ yield എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ പ്ലസ് ഡിവിഡൻഡ് ആണ് അല്ലെ? മ്യൂച്വൽ ഫണ്ടിന്റെ NAV അപ്രീസിയേറ്റ് ചെയ്യും, ഡിവിഡൻഡ് കിട്ടും. രണ്ടും കൂടെ ചേരുന്നതാണ് ടോട്ടൽ yield എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ പ്ലസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് NAV, ഇതല്ലേ നമ്മുടെ yield കാണാനുള്ള ഫോർമുല. ഇൻറ്റു 100 ഇൻറ്റു 12/8. അതെന്താ കാര്യം? കാരണം 8 മാസത്തെ yield ആണ് നമുക്ക് തന്നേക്കുന്നത്. 8 മാസം കൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ അതിനെ ആനുവലൈസ്ഡ് yield കൺവേർട്ട് ചെയ്യണം. ആനുവലൈസ്ഡ് yield കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 12/8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ന് പറയുന്നത് എത്ര എന്നാ പറഞ്ഞേക്കുന്നത്? 150% ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു 150%. അപ്പൊ എങ്ങനെയാ ചെയ്യുക? ക്യാപിറ്റൽ അപ്രീസിയേഷൻ പ്ലസ് ഡിവിഡൻഡിന്റെ എമൗണ്ട് നമുക്കറിയാം 10,000 ഡിവൈഡഡ് ബൈ ഓപ്പണിംഗ് NAV എന്ന് പറയുന്നത് 1 lakh rupees ആണ്. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തത്? 1 lakh ആണ്. ഇൻറ്റു 100 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 8 ഈക്വൽ 150. കറക്റ്റ് അല്ലേ? അപ്പൊ അതിൽ നിന്ന് ക്യാപിറ്റൽ അപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ? ക്യാപിറ്റൽ അപ്രീസിയേഷൻ പ്ലസ് 10,000 100 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് എത്രയാ? 150 ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 150 ഈക്വൽ 150. അപ്പോൾ 150 ബൈ 150 1 എന്ന് വരും. 1 ഇൻറ്റു 1 lakh 1 lakh എന്ന് വരും. അപ്പൊ ക്യാപിറ്റൽ അപ്രീസിയേഷൻ പ്ലസ് 10,000 ഈക്വൽ ഇവിടെ 150 ബൈ 150 ഇൻറ്റു 1 lakh എത്ര കിട്ടും? 1 lakh എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്ര വരും? ഇത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ പ്ലസ് 10,000 ആണ്, നമുക്ക് 1 lakh എന്ന് കിട്ടി. അപ്പൊ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എത്ര? ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് 1 lakh മൈനസ് 10,000 90,000 rupees ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ 90,000 rupeesന്റെ അപ്രീസിയേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോ ക്ലോസിംഗ് NAV എന്ന് പറഞ്ഞായിരിക്കും. ക്ലോസിംഗ് NAV എന്ന് പറയുന്നത് ഓപ്പണിംഗിൽ 1 lakh ആണ്, പ്ലസ് 90,000 rupeesന്റെ അപ്രീസിയേഷൻ ഉണ്ടായിട്ടുണ്ട്. 1,90,000 ഡിവൈഡഡ് ബൈ 10,000 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഡിവൈഡഡ് ബൈ 10,000. സോ 1,90,000 ബൈ 10,000 19 rupees എന്ന് കിട്ടും. അപ്പൊ അതാണ് നമ്മുടെ ക്ലോസിംഗ് NAV. അത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഓപ്ഷൻ ബി 90.
അടുത്ത ഒരു തിയറി ക്വസ്റ്റൻ ആണ്. Which one of the following digital financial technology and technological concepts is a type of distributed ledger which provide an order, time-stamped and highly secured record of transaction? അപ്പോൾ ഇതിൽ ഏതാണ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ ടെക്നോളജി ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ വിച്ച് പ്രൊവൈഡ്സ് ആൻ ഓർഡർ. ഒരു ലെഡ്ജർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നു, അതിനൊരു ഓർഡർ ഉണ്ട്, ടൈം സ്റ്റാമ്പ്ഡ് ആണ്, ആ ഓരോ പാക്കറ്റിനും ഓരോ ടൈം സ്റ്റാമ്പ് ഉണ്ടാവും, ആൻഡ് ഹൈലി സെക്യൂർഡ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. ഏറ്റവും ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഇതുമാണ്. ഇതിൽ ഏതാണത്? അത് ബ്ലോക്ക് ചെയിൻ ആണ്. P2P അല്ല, എനേബിളേഴ്സ് അല്ല, ബ്ലോക്ക് ചെയിൻ ആണ്. ബ്ലോക്ക് ചെയിൻ്റെ കേസിലാണ് നമ്മൾ ഓരോ പാക്കറ്റ് ഓഫ് ഡേറ്റ ആയിട്ട് പോകുന്നു, അത് ടൈം സ്റ്റാമ്പ് ചെയ്ത് പോകുന്നു, അതിന് ഹൈലി സെക്യൂർഡ് ആയിരിക്കും എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കുക. മിസ്റ്റർ Keon, a portfolio manager managing a portfolio XB whose current market value of rupees 1,800 lakh. It is expected that markets are likely to correct downwards and hedging needs to be adopted using Nifty index futures. അപ്പോൾ നമ്മൾ ഒരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നു, 1,800 lakh ആണ് വാല്യൂ ഓഫ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഒരു കറക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നു, മാർക്കറ്റ് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യാൻ തീരുമാനിച്ചു. എന്ത് ഉപയോഗിച്ചാണ് ഹെഡ്ജ് ചെയ്യാൻ തീരുമാനിച്ചത്? ഇൻഡെക്സ് ഫ്യൂച്ചർ ഉപയോഗിച്ചാണ് ഹെഡ്ജ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ എങ്ങനെ നിഫ്റ്റി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഉപയോഗിച്ച് ഹെഡ്ജ് ചെയ്യാം? നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എന്ത് പൊസിഷൻ ആണോ അതിന് എക്സാക്ട് ഓപ്പോസിറ്റ് പൊസിഷൻ നമ്മൾ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിനകത്ത് എടുക്കും, അല്ലെ? അപ്പൊ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോയുടെ വാല്യൂ 1,800 lakh ആണ്. അപ്പൊ നമ്മൾ 1,800 lakh ഹോൾഡ് ചെയ്യുവാണ്, ലോങ് പൊസിഷൻ ആണ്. അപ്പൊ നമ്മൾ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ത് ചെയ്യും? ഷോർട്ട് ചെയ്യും. എത്ര രൂപയ്ക്ക് ഷോർട്ട് ചെയ്യും? അത് ഇൻറ്റു ബീറ്റ. ഓർമ്മയുണ്ടോ? നമ്മൾ പോർട്ട്ഫോളിയോ വാല്യൂ ഇൻറ്റു ബീറ്റ. ബീറ്റയാണ് നമ്മുടെ ഹെഡ്ജ് റേഷ്യോ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പോർട്ട്ഫോളിയോ വാല്യൂ ഇൻറ്റു ബീറ്റ എത്രയാണോ അതിന് ഇക്വലന്റ് ആയ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് നമ്മൾ ഷോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഹെഡ്ജിങ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി കറന്റ്ലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആർ കോട്ടഡ് അറ്റ് 8,000. അപ്പോൾ ഒരു ഇൻഡെക്സിന്റെ പ്രൈസ് 8,000 ആണ്. വിത്ത് ഈച്ച് കോൺട്രാക്ട് അണ്ടർലൈൻ 200 യൂണിറ്റ്സ്. അപ്പോൾ ഒരെണ്ണത്തിൽ 200 യൂണിറ്റ് ഉണ്ട്. മിസ്റ്റർ Keon ഹെഡ്ജ് 100% ഓഫ് ഹിസ് പോർട്ട്ഫോളിയോ. അപ്പോൾ നമ്മൾ 100% പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്തു. ഇഫ് നമ്പർ ഓഫ് നിഫ്റ്റി ഇൻഡെക്സ് കോൺട്രാക്ട്സ് ടു ബി സോൾഡ് ഈസ് 180. നമ്മൾ 180 കോൺട്രാക്ട് ആണ് സോൾഡ് ചെയ്യേണ്ടതെങ്കിൽ, സെല് ചെയ്യേണ്ടതെങ്കിൽ, വാട്ട് വിൽ ബി ദ പോർട്ട്ഫോളിയോ ബീറ്റ? അങ്ങനെയാണ് ഈ പോർട്ട്ഫോളിയോ ബീറ്റ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ആലോചിച്ചേ, നമുക്ക് എല്ലാം അറിയാം, ഹെഡ്ജ് ചെയ്യേണ്ടതിന്റെ നമ്പർ വരെ അറിയാം. 180 കോൺട്രാക്ട്സ് ഹെഡ്ജ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാല്യൂ പോർട്ട്ഫോളിയോ, ഇത് ഹെഡ്ജിങ്ങിന്റെ റേഷ്യോ എന്താ? വാല്യൂ ഓഫ് പോർട്ട്ഫോളിയോ ഇൻറ്റു ബീറ്റ ഈക്വൽ വാല്യൂ ഓഫ് കോൺട്രാക്ട് ഓഫ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്. കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ എന്ന് പറയുന്നത് 1,800 lakh ആണ്. അപ്പൊ 1,800 lakh ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ ഫ്യൂച്ചേഴ്സിന്റെ കോൺട്രാക്ട് വാല്യൂ ആണ്. ഒരു ഫ്യൂച്ചറിന്റെ വാല്യൂ 8,000 ആണ്. അങ്ങനെ 200 ലോട്ടാണുള്ളത്. ഒരു ലോട്ടിനകത്ത് 200 നമ്പർ ആണുള്ളത്. അപ്പൊ ഇതല്ലേ ഒരു ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ വാല്യൂ. അങ്ങനെ എത്ര കോൺട്രാക്ട് ആണ് നമ്മൾ ഹെഡ്ജ് ചെയ്തത്? 180 കോൺട്രാക്ട് ആണ് ഹെഡ്ജ് ചെയ്തത്. അപ്പൊ ഈ 180 കോൺട്രാക്ടിനുള്ള ഫ്യൂച്ചേഴ്സ് ആണ് നമ്മൾ ഹെഡ്ജിനെടുത്തത്. അപ്പൊ നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂവിനെ ബീറ്റ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുമോ അത്രയും വാല്യൂവിന് ഇക്വലന്റ് ആയിട്ടുള്ള കോൺട്രാക്ട് ആണ് വാങ്ങേണ്ടത്. അപ്പൊ നമ്പർ ഓഫ് കോൺട്രാക്ട് ടു ബി ഹെഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ എന്താ റേഷ്യോ പഠിച്ചിട്ടുള്ളത്? വാല്യൂ പോർട്ട്ഫോളിയോ ഇൻറ്റു ബീറ്റ ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് വൺ ഫ്യൂച്ചർ കോൺട്രാക്ട്. കറക്റ്റ് അല്ലേ? നമ്പർ ഓഫ് കോൺട്രാക്ട്സ് ടു ബി സോൾഡ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് വാല്യൂ ഓഫ് പോർട്ട്ഫോളിയോ ഇൻറ്റു ബീറ്റ ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് വൺ ഫ്യൂച്ചർ കോൺട്രാക്ട്. വാല്യൂ ഓഫ് വൺ ഫ്യൂച്ചർ കോൺട്രാക്ട്, ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല. അപ്പൊ ഇവിടെ 180 എന്ന് പറയുന്നത് എത്ര ഇക്വലന്റ് ആണ്? നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ 1,800 lakh ഇൻറ്റു ബീറ്റ ഡിവൈഡഡ് ബൈ വാല്യൂ വൺ ഫ്യൂച്ചർ കോൺട്രാക്ട് 8,000 ഇൻറ്റു 200. അങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്താൽ ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ എടുക്കാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 180 ഇൻറ്റു 8,000 ഇൻറ്റു 200 28 lakh 80,000 ഈക്വൽ 1,800 lakh ഇൻറ്റു ബീറ്റ. അപ്പൊ ബീറ്റ എത്ര? ബീറ്റ ഈക്വൽ 2,000. ഇവിടെ എത്രയാണ് വരുന്നത്? 28 crore 80 lakh എന്നാണ് വരുന്നത്. സോ 28 crore 80 lakh ഡിവൈഡഡ് ബൈ 18 crore. 28.80 ഡിവൈഡഡ് ബൈ 18. 28.80 by 18 ചെയ്യുമ്പോൾ നമുക്ക് 1.6 എന്ന് കിട്ടും. ഇവിടെ നോക്കിയാൽ ഓപ്ഷൻ എ ഉണ്ട്, അത് 1.6 ആണ്. അപ്പൊ നമ്മൾ എത്രയാണ് പോർട്ട്ഫോളിയോ ബീറ്റ എന്ന് പറയുന്നത്? 1.6 ആണ് നമ്മുടെ പോർട്ട്ഫോളിയോ ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഡെറിവേറ്റീവ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഡെറിവേറ്റീവ്സിനകത്ത് ഓപ്ഷൻ ഉപയോഗിച്ചുള്ള ഹെഡ്ജിങ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഓപ്ഷൻ ഹെഡ്ജിങ്. അപ്പൊ നിങ്ങൾക്ക് റിലവൻറ്റ് ടോപ്പിക് നോക്കണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഹെഡ്ജിങ് നോക്കുക. ഓപ്ഷൻ ഹെഡ്ജിങ്ങിനകത്ത് നമ്പർ ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട്സ് ടു ബി സോൾഡ്. ഓപ്ഷൻ ഹെഡ്ജിങ് അല്ല,
ഫ്യൂച്ചേഴ്സ് ഹെഡ്ജിങ് ആണ്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആണ്, ഫ്യൂച്ചേഴ്സ് ഹെഡ്ജിങ് ആണ്. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ഹെഡ്ജിങ് എന്നുള്ള ഓപ്ഷൻ ഏരിയ നോക്കുക. അവിടെ ഫ്യൂച്ചേഴ്സ് ഹെഡ്ജിങ്ങിനകത്ത് എത്ര കോൺട്രാക്ട് സെല് ചെയ്യണം എന്നുള്ള ഏരിയ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. The current price of BCC stock is 1,515, and it is expected that price of stock may either go up to 1,818 or go down to 1,212. If strike price of call option of BCC stock is 1,515 and risk-free rate is 7%, the probability of decrease in stock price. ഇത് ഏത് ടോപ്പിക്കാ? നമ്മുടെ ബൈനോമിയൽ മോഡലാണ് അല്ലെ. ഓപ്ഷൻ വാല്യൂഷനകത്തെ നമ്മൾ ബൈനോമിയൽ മോഡൽ പഠിച്ചിട്ടുണ്ട്. 2 സ്റ്റെപ്പ് ബൈനോമിയൽ മോഡലും സിംഗിൾ സ്റ്റെപ്പ് ബൈനോമിയൽ മോഡലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിലെ ബൈനോമിയൽ മോഡലാണ് നമ്മളിപ്പോൾ കണ്ടേക്കുന്നത്. അതിൽ തന്നെ റിസ്ക് ന്യൂട്രൽ മോഡൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മോഡൽ പഠിച്ചിട്ടുണ്ട്. ബൈനോമിയൽ മോഡൽ പഠിച്ചിട്ടുണ്ട്. ബൈനോമിയൽ മോഡൽ ഫോർമുല ബേസ്ഡ് പഠിച്ചിട്ടുണ്ട്. ബൈനോമിയൽ മോഡൽ പിന്നെ ഡെൽറ്റ ബേസ്ഡ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ വാല്യുവേഷൻ മോഡൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? അതിൽ ബൈനോമിയൽ മോഡൽ ഉപയോഗിച്ചിട്ടാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യാം? നമ്മളുടെ ഓപ്ഷൻ ട്രീ ഒന്ന് വരച്ച് നോക്കുക. ഇപ്പോഴത്തെ നമ്മുടെ സ്പോട്ട് റേറ്റ് 1,515 റുപ്പീസ് ആണ്. ഈ 1,515 എന്ന് പറയുന്നത് എത്ര ആയിട്ട് കയറാം? അതിന്റെ അപ്പർ പ്രൈസ് എന്ന് പറയുന്നത് 1,818 ആണ്. നമ്മുടെ ലോവർ പ്രൈസ് എന്ന് പറയുന്നത് 1,212 ആണ്. അപ്പോൾ നമ്മുടെ സ്പോട്ട് റേറ്റ് ആയ 1,515 എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 1,818 ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ 1,212 ഫോൾ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ചോദ്യം പ്രോബബിലിറ്റി ഓഫ് ഫോൾ എത്രയാണ് എന്നാണ് ചോദ്യം. എങ്ങനെ നമ്മൾ പ്രോബബിലിറ്റി ഫോളും അപ്പും കണ്ടുപിടിക്കണേ? ഒന്നുകിൽ നമുക്ക് ബൈനോമിയൽ ഓപ്ഷൻ മോഡലിനകത്തെ ഫോർമുല ഉപയോഗിക്കാം. ഓർക്കുന്നുണ്ടോ? F-D/U-D എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ റിസ്ക് ന്യൂട്രൽ മോഡലിനകത്ത് ലോജിക് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പരിപാടി പഠിച്ചിട്ടുണ്ട്. എന്താണ്? സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത് അപ്പർ പ്രൈസ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് പ്രൈസ് പ്ലസ് ലോവർ വാല്യൂ അല്ലെങ്കിൽ ലോവർ പ്രൈസ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഫോൾ ഡിവൈഡഡ് ബൈ e⁻t ആയിരിക്കും. ഇതാണ് നമ്മൾ ഫോർമുല. റിസ്ക് ന്യൂട്രൽ മോഡൽ അല്ലെങ്കിൽ നമ്മളുടെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യുക, ലോജിക് ഉപയോഗിച്ച് ചെയ്യുക എന്ന് പറയുന്ന സംഭവം പഠിച്ചത്. അതായത് നമ്മൾക്ക് രണ്ട് പോസിബിലിറ്റിയാണ്, ഒന്നെങ്കിൽ അപ്പർ പ്രൈസ് അല്ലെങ്കിൽ ലോവർ പ്രൈസ്. അതിന്റെ പ്രോബബിലിറ്റി ഓഫ് പ്രൈസും പ്രോബബിലിറ്റി ഫോളും. അപ്പൊ അപ്പർ പ്രൈസ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് പ്രൈസ് പ്ലസ് ലോവർ പ്രൈസ് ഇൻറ്റു പ്രോബബിലിറ്റി ഫോൾ ചെയ്ത് എന്ത് കിട്ടും? എക്സ്പെക്ടഡ് പ്രൈസ് കിട്ടും. ഇത് ഫ്യൂച്ചറിലെയാണ്. ഡിവൈഡഡ് ബൈ e⁻t അതിന്റെ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവന്നാൽ അതിന്റെ സ്പോട്ട് റേറ്റ് കിട്ടും. ഇതാണ് അതിന്റെ ലോജിക്. അപ്പൊ സ്പോട്ട് റേറ്റ് 1,515 ഈക്വൽ അപ്പർ പ്രൈസ് 1,818 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് പ്രൈസ്. പ്രോബബിലിറ്റി ഓഫ് പ്രൈസ് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. പ്രോബബിലിറ്റി ഓഫ് പ്രൈസ് എക്സ് പ്ലസ് ലോവർ പ്രൈസ് 1,212 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഫോൾ 1 - x. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് റൈസ് എക്സ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഫോൾ നമ്മൾ എത്ര ആയിട്ട് കൊടുക്കും? 1 - x ആയിട്ട് കൊടുക്കും. ഡിവൈഡഡ് ബൈ e⁻t 0.07. ഇവിടെ ടൈം പീരീഡ് എത്ര മാസമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ e⁻t ടി എന്ന് പറയുന്ന 1 ഇയർ ആയിട്ട് എടുക്കേണ്ടി വരും, കാരണം ടൈം എത്ര ആണെന്ന് ക്വസ്റ്റ്യൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ ഡിവൈഡഡ് ബൈ e⁻0.07 സോൾവ് ചെയ്താൽ 1,515 ഇൻറ്റു e⁻0.07 ഈക്വൽ 1,818x പ്ലസ് 1,212x 1,212 മൈനസ് 1,212x. e⁻0.07 വാല്യൂ എടുക്കുക. 1 പ്ലസ് 0.07 പ്ലസ് 0.07 റേസ് ടു 2/2 പ്ലസ് 0.07 റേസ് ടു 3/3 എന്നൊക്കെ പറഞ്ഞിട്ട് റേസ് ടു 3 ഡിവൈഡഡ് ബൈ 6 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ e⁻t വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ e⁻t വാല്യൂ 1.0725 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 515 ഇൻറ്റു 1.0725 1,625 ഈക്വൽ 1,818x മൈനസ് 1,212 606x പ്ലസ് 1,212. അപ്പൊ ഇവിടെ 606x ഈക്വൽ 1,625 മൈനസ് 1,212. x is equal to 413 divided by 606. നമുക്ക് എക്സിന്റെ വാല്യൂ 0.68 എന്ന് കിട്ടും. എന്താ എക്സ്? പ്രോബബിലിറ്റി ഓഫ് റൈസ് ആണ് 0.x. പ്രോബബിലിറ്റി ഓഫ് റൈസ് ആണ് 0.68. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഫോൾ എത്ര വരും? 1 - 0.68.
1 മൈനസ് 0.68 നമുക്ക് 0.32 എന്ന് കിട്ടും. ഇവിടെ ക്വസ്റ്റിൽ നോക്കിയാൽ ഓപ്ഷൻ സി ഉണ്ട് 0.325, അതാണ് നമുക്ക് കിട്ടിയ 0.32 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കൺക്ലൂഡ് ചെയ്യാം? പ്രോബബിലിറ്റി ഫോൾ എന്ന് പറയുന്നത് 0.32 എന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ബൈനോമിയൽ മോഡലിനകത്ത് നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുല യൂസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാം. അതിനകത്ത് ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ പ്രോബബിലിറ്റി ഫോളും പ്രൈസും കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. If conclusion and opinion of equity analyst and other experts based on publicly available information are reflected in stock price, then stock market exhibits weak form of efficiency, semi-strong form of efficiency, inefficiency, both A and B. അതായത് മാർക്കറ്റിലെ എക്സ്പേർട്സിൻ്റെയും ആൾക്കാരുടെയൊക്കെ സ്റ്റോക്ക് എക്സ്പേർട്സിൻ്റെയൊക്കെ ഒപ്പീനിയൻ നമ്മുടെ സ്റ്റോക്ക് പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താണ്, മാർക്കറ്റ് എന്ത് നേച്ചറാണ് എക്സിബിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതൊരു സെമി സ്ട്രോങ് ഫോം ഓഫ് എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസിയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുക. കാരണം എഫിഷ്യൻ മാർക്കറ്റിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ്? കാരണം മാർക്കറ്റിൽ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് നമ്മുടെ സ്റ്റോക്ക് എക്സ്പേർട്സ് ഒക്കെ ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ അത് മാർക്കറ്റിനെ അഫക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതൊരു എഫിഷ്യൻസിയാണ് കാണിക്കുക. അത് പെർഫെക്റ്റ് എഫിഷ്യൻസി അല്ല, സെമി സ്ട്രോങ് ഫോം ഓഫ് എഫിഷ്യൻസി ആയിരിക്കും. അടുത്ത തിയറി ക്വസ്റ്റൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രീക്ക് ആൽഫബറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ഓപ്ഷൻ മെഷേഴ്സ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ഓപ്ഷൻ പ്രൈസ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ടൈം ടു എക്സ്പയറി? അപ്പോൾ ടൈം ടു എക്സ്പയറി ബേസ് ചെയ്തിട്ട് അതിന്റെ സെൻസിറ്റിവിറ്റി മെഷർ ചെയ്യുന്ന ഗ്രീക്ക് ആൽഫബറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. അത് തീറ്റയാണ്. ഓപ്ഷൻ തീറ്റയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി, ഓപ്ഷൻ സെൻസിറ്റിവിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം പറയുന്നത് ഓപ്ഷൻ തീറ്റ വെച്ചിട്ടാണ്. അടുത്ത 11 നോക്കാം. ഡേയ്സൺ ലിമിറ്റഡ് ആൻ എക്സ്പോർട്ട് കസ്റ്റമർ. അപ്പോൾ ഡേയ്സൺ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യൻ കമ്പനിയാണ്. ദാറ്റ്സ് ആൻ എക്സ്പോർട്ട് കസ്റ്റമർ. നമ്മളൊരു എക്സ്പോർട്ട് കസ്റ്റമറാണ്. who relied on interbank rate of rupee by dollar 82.45/10 requested his banker to purchase a bill of $90,000. അപ്പോൾ നമ്മുടെ ഡേയ്സൺ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഒരു എക്സ്പോർട്ടർ ആണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടേക്ക് $US കിട്ടുന്നുണ്ട്. അപ്പോൾ അയാളെ സംബന്ധിച്ച് ആ $US എന്ത് ചെയ്യണം? വാങ്ങണോ വിൽക്കണോ? ഒരു എക്സ്പോർട്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ചിന്തിക്കുക. എക്സ്പോർട്ടറെ സംബന്ധിച്ച് $US കിട്ടിയാൽ അയാൾക്ക് $US സെല് ചെയ്യണം. $US വിറ്റ് ഇന്ത്യൻ രൂപയാക്കി മാറ്റണം. അപ്പോൾ അയാൾ ഇന്റർ ബാങ്ക് റേറ്റ് എടുത്തു. റേറ്റ് തന്നിരിക്കുന്ന റുപ്പി ബൈ ഡോളർ 82.45/10 എന്നാണ്. അപ്പോൾ ആ റേറ്റ് നോക്കുക, 82.45/10. അപ്പോൾ 82.45/10 എന്ന് പറഞ്ഞാൽ ആ 10 സ്വാപ്പ് പോയിന്റ്സ് ആണ്. അപ്പോൾ അവിടെ റേറ്റ് എത്ര ആയിരിക്കും? 82.45/82.55 ആയിരിക്കും അവിടുത്തെ റേറ്റ്. കാരണം 82.45/82.1 വരാൻ വഴിയില്ല. കാരണം ആസ്ക് റേറ്റ് ആണ് രണ്ടാമത് വരണ്ടേ. ആസ്ക് റേറ്റ് ഒരിക്കലും ബിഡ് റേറ്റിനേക്കാൾ കുറവായിരിക്കത്തില്ല, കൂടുതലേ ആവത്തുള്ളൂ. അപ്പോൾ ആ /10 തന്നിരിക്കുന്നത് എന്തായിരിക്കും? സ്വാപ്പ് പോയിന്റ്സ് ആയിരിക്കും. അപ്പോൾ ആ 10 സ്വാപ്പ് പോയിന്റ് 0.45 കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 82.45/82.55. He asked his banker to purchase a bill of $90,000. അപ്പോൾ അയാൾ ബാങ്കിനോട് $90,000 ഒരു ബില്ല് പർച്ചേസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അയാൾക്ക് $90,000 പർച്ചേസ് ചെയ്യണം എന്നല്ല പറഞ്ഞേക്കുന്നത്. കെയർഫുൾ ആവുക. ഹി ആസ്ക്ഡ് ഹിസ് ബാങ്കർ ടു പർച്ചേസ് എ ബിൽ ഓഫ് 90,000. ബാങ്കിനോട് പർച്ചേസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന് വെച്ചാൽ അയാൾ എന്താ ചെയ്യുന്നത്? ഡോളർ സെല്ല് ചെയ്യണം. കാരണം അയാളുടെ എക്സ്പോർട്ടർ ആണ്. അയാളുടെ ഡോളർ ഉണ്ടാവും. അയാൾക്ക് ആ ഡോളർ സെല്ല് ചെയ്യണം. അപ്പോൾ ഡോളർ സെല്ല് ചെയ്യണം. വാട്ട് ഈസ് ദ റേറ്റ് ടു ബി കോട്ടഡ് ടു ഡേയ്സൺ ലിമിറ്റഡ് ഇഫ് ദ ബാങ്കർ വോണ്ട്സ് എ മാർജിൻ ഓഫ് 0.2%? അങ്ങനെയാണെങ്കിൽ ബാങ്കിന് ഒരു 0.2% മാർജിൻ ആവശ്യമുണ്ടെങ്കിൽ ബാങ്ക് എത്ര റേറ്റ് നമ്മുടെ ഡേയ്സൺ ലിമിറ്റഡിനോട് കോട്ട് ചെയ്യും എന്നാണ് ചോദ്യം. അതെങ്ങനെ കണ്ടുപിടിക്കാം? അവിടെ ആദ്യം നമ്മൾ നോക്കേണ്ട കേസ് അത് ബിഡ് റേറ്റ് ആണോ ആസ്ക് റേറ്റ് ആണോ വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഡേയ്സൺ ലിമിറ്റഡ് എന്ന് പറയുന്ന ആൾ എക്സ്പോർട്ടർ ആണ്. അയാൾക്ക് ഡോളർ ഉണ്ട്. ഡോളർ വിൽക്കണം. ഡോളർ വിൽക്കണമെങ്കിൽ ഡോളറിന്റെ ബിഡ് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടുത്തെ ഡോളറിന്റെ ബിഡ് റേറ്റ് എത്ര? ഒരു ഡോളറിന് 82.45 റുപ്പി അല്ലെങ്കിൽ 82.55 റുപ്പി. ബിഡ് റേറ്റ് എന്ന് പറയുന്നത് 82.45 ആണ്. പക്ഷേ ഈ റേറ്റിന് കിട്ടത്തില്ല. ബാങ്കിന് ഒരു 0.2% കമ്മീഷൻ വേണം. അപ്പോൾ നമുക്ക് 82.45 കിട്ടുമോ? അതിൽ കൂടുതൽ കിട്ടുമോ? അതിൽ കുറവ് കിട്ടും? അതിൽ കുറവേ കിട്ടത്തുള്ളൂ. കാരണം എന്താ? ബാങ്ക് ഒരു 0.2% മാർജിൻ എടുക്കും. മാർജിൻ എടുത്തതിന് ശേഷമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളൊരു ഡോളർ വിൽക്കാൻ ചെന്നാൽ 82.45 കിട്ടില്ല. 82.45ലും കുറച്ചേ നമുക്ക് തരുള്ളൂ. എത്ര തരും? 82.45ൽ നിന്ന് സ്പോട്ട് ബിഡ് റേറ്റ് നോക്കുക. 82.45. ഈ 45ന്റെ കൂടെ മാർജിൻ എടുക്കണം. എക്സ്ചേഞ്ച് മാർജിൻ അത് 0.2% ആണ്. അപ്പോൾ 0.2% മാർജിൻ എടുക്കണം. അപ്പോൾ ആലോചിക്കേണ്ടത് മാർജിൻ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ?
നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കുക. നമ്മൾ ബിഡ് ചെയ്യാണ്, വിൽക്കുകയാണ്. അപ്പോൾ ബാങ്ക് 82.45ന്റെ കൂടെ കുറച്ച് പൈസയും കൂടെ ആഡ് ചെയ്ത് അധികത്തിൽ നമുക്ക് പൈസ തരുമോ, അതോ നമ്മൾ ഡോളർ വിൽക്കാൻ ചെല്ലുമ്പോൾ 82.45 നിന്ന് പിന്നെയും കുറയ്ക്കൂ? പിന്നെയും കുറയ്ക്കുകയാണ്, കമ്മീഷൻ കുറയ്ക്കുകയായിരിക്കും ചെയ്യുക. അപ്പൊ 82.45ന്റെ 0.2% ആണ് ബാങ്കിന്റെ കമ്മീഷൻ. ആ കമ്മീഷൻ 0.16 ആണ്. അത് മൈനസ് ചെയ്യണോ ആഡ് ചെയ്യണോ? മൈനസ് ചെയ്യണം. 82.45 മൈനസ് 0.16, അപ്പൊ 82.29 എന്ന് കിട്ടും. ഇവിടെ 82.29 എന്ന് പറഞ്ഞൊരു കോട്ട് കിടപ്പുണ്ട്. ഓപ്ഷൻ നമ്പർ സി ആണ്. അപ്പോ 11ന്റെ ആൻസർ 82.29. അടുത്ത ക്വസ്റ്റ്യൻ 12 നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? താഴെ പറയുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നാണ് ചോദ്യം. 1. ഫോർ എ ക്യാരക്ടറിസ്റ്റിക്സ് ലൈൻ the y-axis represents return for a particular security and the x-axis represents return for market index. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ലൈനിന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും എന്താണ് എന്നാണ് ചോദ്യം. എന്താ ക്യാരക്ടറിസ്റ്റിക്സ് ലൈൻ? റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി ഈക്വൽസ് ആൽഫ പ്ലസ് റിട്ടേൺ ബീറ്റ ഇൻറ്റു റിട്ടേൺ ഓഫ് മാർക്കറ്റ്. ഓർക്കുന്നുണ്ടോ? y ഈസ് ഈക്വൽ ടു mx പ്ലസ് c. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈനിന്റെ ഫോർമാറ്റ് എന്ന് പറയാം. റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി ഈക്വൽ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു റിട്ടേൺ ഓഫ് മാർക്കറ്റ്. ഇതാണ് നമ്മളുടെ ഫോമുല. അതായത് ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈൻ. അപ്പൊ നമ്മുടെ റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന്റെ എക്സ് ആക്സിസിൽ എന്തുണ്ടാവും? റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി ഉണ്ടാവും. എക്സ് അല്ലെങ്കിൽ വൈ ആക്സിസിൽ റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി ഉണ്ടാവും. അവിടെ പറഞ്ഞിരിക്കുന്നു വൈ ആക്സിസ് റെപ്രസെന്റ്സ് റിട്ടേൺ ഫോർ എ പർട്ടിക്കുലർ സെക്യൂരിറ്റി ആൻഡ് എക്സ് ആക്സിസ് റെപ്രസെന്റ്സ് റിട്ടേൺ ഫോർ മാർക്കറ്റ് ഇൻഡെക്സ്. മാർക്കറ്റിന്റെ ഇൻഡെക്സ് ആയിരിക്കും നമ്മുടെ എക്സ് ആക്സിസിൽ ഉണ്ടാവുക. കറക്റ്റ് ആണ്. കാരണം മാർക്കറ്റ് ഇൻഡെക്സിന്റെ ബീറ്റ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ കൂടെ ഒരു ഫിക്സഡ് എമൗണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സെക്യൂരിറ്റിയുടെ റിട്ടേൺ കിട്ടുക. അപ്പൊ മാർക്കറ്റ് റിട്ടേൺ മാറുന്നതിനനുസരിച്ച് സെക്യൂരിറ്റി റിട്ടേൺ മാറും. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? എക്സ് ആക്സിസിൽ റിട്ടേൺ ഓഫ് മാർക്കറ്റും വൈ ആക്സിസിൽ റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി ആയിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ട്രൂ ആണ്. അവിടെ നിൽക്കട്ടെ. അടുത്ത SML ലൈൻ ഇസ് ദ സെയിം ആസ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈൻ ഫോർ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി. ഒരു സെക്യൂരിറ്റിയുടെ SMLും CLും സെയിം ആയിരിക്കും. റോങ് ആണ്. SML വേറെയാണ്. SML CAPM റിട്ടേൺ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ക്യാരക്ടറിസ്റ്റിക്സ് ലൈൻ എന്ന് പറയുന്നത് മാർക്കറ്റ് റിട്ടേൺ അനുസരിച്ച് എത്ര റിട്ടേൺ വരും എന്നുള്ളതാണ് ക്യാരക്ടറിസ്റ്റിക് ലൈൻ പറയുക. രണ്ടും രണ്ട് കാര്യമാണ്. അപ്പൊ അത് ഫോൾസ് ആണ്. മൂന്നാമത്തെ കേസ്, സ്ലോപ്പ് ഓഫ് SML ഇസ് ബീറ്റ ഫോർ എ പർട്ടിക്കുലർ സെക്യൂരിറ്റി. നമ്മുടെ SMLന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ബീറ്റ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. SML എന്താ? CAPM റിട്ടേൺ ആണ്. അപ്പൊ SML എന്ന് പറയുന്ന CAPM റിട്ടേൺ കാണിക്കുന്നത് എങ്ങനെയാണ്? റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF ആണ്. അപ്പൊ അത് അതിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് ബീറ്റ അല്ല, അതും ഫോൾസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഏതാണ് ട്രൂ ആയിട്ടുള്ളത്? ഫസ്റ്റ് കേസ് മാത്രമാണ് ട്രൂ. അപ്പൊ അവിടെ ഓപ്ഷൻ എ പറയുന്നുണ്ട് only 1 above. അപ്പൊ ഓപ്ഷൻ 1 മാത്രമാണ് ട്രൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ട്രൂ ആയിട്ടുള്ളത്. അപ്പൊ only 1 above, എ ആണ് അതിന്റെ ആൻസർ. അടുത്ത കോൺസെപ്റ്റ് ഓഫ് സെക്യൂരിറ്റൈസേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഏതാണ്? ഡെറ്റ് മാർക്കറ്റ് ആണ്. ഡെറ്റ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം ആണ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ കമ്പോണന്റ് ഓഫ് ഡിജിറ്റൽ ഫിനാൻസ് എക്കോസിസ്റ്റം? ഡിജിറ്റൽ മണി അത് ഡിജിറ്റൽ ഫിനാൻസിന്റെ പാർട്ടാണ്. ഡിജിറ്റൽ അസറ്റ്സ് അതും ആക്ച്വലി ഡിജിറ്റൽ ഫിനാൻസ് എക്കോസിസ്റ്റത്തിന്റെ പാർട്ടാണ്. ഡിജിറ്റൽ ലൈബിലിറ്റി അതിന്റെ പാർട്ടല്ല. അപ്പൊ ഡിജിറ്റൽ അസറ്റ്സും ഡിജിറ്റൽ മണിയും ഉണ്ടാവാം. അപ്പൊ എയും ബിയും ഒരു ഡിജിറ്റൽ ഫിനാൻസ് എക്കോസിസ്റ്റത്തിന്റെ പാർട്ടാണെന്ന് പറയാം. അപ്പൊ ഡിജിറ്റൽ ഫിനാൻസ് എക്കോസിസ്റ്റത്തിനകത്ത് ഡിജിറ്റൽ മണി ഉണ്ടാവാം, ഡിജിറ്റൽ അസറ്റ്സ് ഉണ്ടാവാം. ഇത് രണ്ടും ഡിജിറ്റൽ ഫിനാൻസ് എക്കോസിസ്റ്റത്തിന്റെ പാർട്ട് തന്നെയാണ്. അപ്പൊ എ ആൻഡ് ബി എബോവ് രണ്ടും കറക്റ്റ് ആണ്. അപ്പൊ ഡി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ KKM, an investor, buys a call option contract for a premium of ₹150. The exercise price is 45 and the current market price of the share is 42. If the share price after 3 months reaches ₹50, what is the profit made by option holder on exercising the option? Contract is for 100 shares. Ignore transaction charges. അപ്പോൾ നമ്മുടെ KKM എന്ന് പറയുന്ന ആള് ഒരു ഓപ്ഷൻ കോൺട്രാക്ട് വാങ്ങിച്ചു. പ്രീമിയം ₹150 കൊടുത്തു. എക്സസൈസ് പ്രൈസ് 45. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 45ന് ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്ന വെച്ചാൽ 45ന് ഷെയർ വാങ്ങാനുള്ള റൈറ്റ് നമുക്കുണ്ട്. ഇനി ഷെയർ പ്രൈസ് ആഫ്റ്റർ 3 months റീച്ചസ് 50. 3 മാസം കഴിഞ്ഞപ്പോൾ ഷെയർ പ്രൈസ് 50-ലെത്തി. നമ്മൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യോ ലാപ്സ് ചെയ്യോ? എക്സസൈസ് ചെയ്യും. കാരണം മാർക്കറ്റിൽ ₹50 ഉള്ളപ്പോൾ 42ന് വാങ്ങാനുള്ള 45ന് വാങ്ങാനുള്ള റൈറ്റ് ആണ്. ഡെഫിനറ്റ്ലി നമ്മൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യും. ചെയ്താൽ ഒരു ഷെയറിന് ₹5 പ്രോഫിറ്റ് കിട്ടും. What is the profit made by option holder on exercising the option? Contract is for 100 shares. അപ്പോൾ 100 ഷെയർ ആണ് നമുക്കുള്ളത്. അപ്പൊ 5 × 100 ₹500 പ്രോഫിറ്റ് കിട്ടും.
അപ്പോൾ ഇവിടെ ഒരു സംശയം വരാം, ഈ ചോദിച്ചേക്കുന്ന പ്രോഫിറ്റ് ഏത് പ്രോഫിറ്റ് ആണ്? ഫൈനൽ പ്രോഫിറ്റ് ആണോ അതോ പ്രീമിയം മൈനസ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണോ? ഇവിടെ നോക്കിയാൽ അറിയാം 500 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നിട്ടേ ഇല്ല. 150 രൂപ പ്രീമിയം കൊടുത്തിട്ടുണ്ട്. അപ്പം മൊത്തം 500 കിട്ടും. അതിൽ 150 പ്രീമിയം പോയി കഴിഞ്ഞാൽ ബാക്കി 350 രൂപയായിരിക്കും കിട്ടിയേക്കുന്നത്. അത് ഓപ്ഷൻ ബിയിലുണ്ട്. അപ്പോൾ ഓപ്ഷൻ നമ്പർ ബി 350 രൂപ. എങ്ങനെ എടുത്തേ? കാരണം 50യുടെ കോൾ ഓപ്ഷൻ ആണ്, സോറി 45ന്റെ കോൾ ഓപ്ഷൻ ആണ്, മാർക്കറ്റ് പ്രൈസ് 50 ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എക്സൈസ് ചെയ്യും. ചെയ്താൽ നമുക്ക് 5 റുപ്പി പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ 100 ഷെയർ ഉണ്ട്. 5 × 100 500 റുപ്പി പ്രോഫിറ്റ് ഉണ്ട്. അതിൽ 150 പ്രീമിയം പോയിട്ട് 350 റുപ്പി ആയിരിക്കും നമ്മുടെ ഫൈനൽ പ്രോഫിറ്റ് എന്ന് പറയും. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയാണ് MCQ ക്വസ്റ്റ്യൻ. MCQ ക്വസ്റ്റ്യൻ ഈസി ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഈസി അല്ല. കുറച്ച് 1-2 ക്വസ്റ്റ്യൻ ടഫാണ്. 1-2 ക്വസ്റ്റ്യൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഈസിയാണ്, കമ്പാരിറ്റീവ്ലി ഈസിയാണ് എന്ന് പറയാം. 1-2 ക്വസ്റ്റ്യൻ എക്സെപ്ഷൻസ് ഉണ്ട്. 1-2 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ടഫാണ്. നമുക്കൊരു നോർമൽ കോഴ്സിൽ കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഒരു 90% ഔട്ട് ഓഫ് 10 ക്വസ്റ്റ്യൻസ് ഓക്കെയാണ്, ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ടഫ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വേണമെങ്കിൽ പെടുത്താം. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചിട്ട് 20 മാർക്ക് വാങ്ങാൻ അതിൽ നിന്ന് പ്രയാസമില്ല. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിലോട്ട് കയറാം.